Hello, my dear students. Welcome back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MA ലിംഗ്വിസ്റ്റിക്സിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 മോർഫോളജിയാണ്. അന്നേരം ഈ ഒരു യൂണിറ്റിൽ ദ ഹോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ വട്ട് യു മീൻ ബൈ മോർഫോളജി, വട്ട് യു മീൻ ബൈ മോർഫ്സ്, വട്ട് യു മീൻ ബൈ മോർഫീം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കണം. ദെൻ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മോർഫീംസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ ഉള്ളത്. അവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള മോർഫീംസ് ആർ ഡിവൈഡ് ഇൻടു ഫ്രീ മോർഫീം, ബൗണ്ട് മോർഫീം, ദെൻ ഇൻഫ്ലക്ഷണൽ, ഡെറിവേഷണൽ, ദെൻ കണ്ടന്റ്, ദെൻ ഫങ്ഷൻ. ഈ ടൈപ്സ് ലെക്സിക്കൽ ആൻഡ് ഗ്രാമാറ്റിക്കൽ മോർഫീംസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ദെൻ ആലമോഫ്സ്, അഫിക്സ്, അനാലിസിസ്, മോർഫോഫോണീമിക്സ്, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഒബ്ജക്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ അകത്താണ്. അന്നേരം അലോമോസ്, ടൈപ്സ് ഓഫ് എഫിക്സ് അനാലിസിസ്, ദെൻ മോർഫോഫോണീമിക്സ്, ഇത്രയും വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ് മോർഫോളജി. അന്നേരം മോർഫോളജി, വട്ട് യു മീൻ ബൈ മോർഫോളജി? മോർഫോളജി നമുക്ക് ചോദിക്കാം. വട്ട് യു മീൻ ബൈ മോർഫോളജി is a branch of linguistics that studies the structure of words and how they are formed. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഓൾറെഡി ഉള്ള ഡെഫിനേഷനെ ഞാൻ കുറച്ചൊന്ന് ചുരുക്കി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇത് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് മോർഫോളജി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് വേർഡ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ വേർഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു ഭാഷയിൽ വാക്കുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, മീനിങ് ഫുൾ ആയ വാക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതിനെ പറ്റിയിട്ടുള്ള ഭാഷാ പഠനമാണ് മോർഫോളജി എന്ന് പറയുന്നത്. സോ ഇത് ഇപ്പോഴേ കാണാതെ പഠിച്ചോണം. മോർഫോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ദേ ആർ ഫോംഡ്. നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിലേക്ക് ഇത് അപ്പോഴേ തന്നെ എഴുതിയിടുക. what do you mean by morpheme? Morpheme എന്ന് വെച്ച് കഴിഞ്ഞാലും ചോദിക്കാം. The smallest meaningful unit in a word is called a morpheme. Morpheme can stand alone or combine with other forms to form other words. Combine with others to form words. അന്നേരം ഒരു വാക്കിലെ അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബോയ്സ് ബോയ്സ് എന്നുള്ള വാക്ക് എടുത്തു കഴിഞ്ഞാൽ ബോയും എസ്സും ഉണ്ട്. ബോയുടെ പ്ലൂറൽ ഫോമാണ് ബോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബോയ്സ് എന്നുള്ളതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ബോയും എസ്സും. ബോയ് എന്നുള്ളത് സിംഗിൾ സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് ആണ്, അല്ലേ? എസ് എന്ന് പറയുന്നത് എൻ്റെ പ്ലൂറൽ ഫോമാണ്. സോ ഇതിന് രണ്ടിനും അന്നേരം ബോയ്സ് എന്നുള്ള വേർഡിന് രണ്ട് മോർഫീമുകളുണ്ട്. ഓൺ ദ വേ, പ്ലേ എന്നുള്ള വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്ലേ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മീനിങ് യൂണിറ്റ് ആണ് പ്ലേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ കൺസ്ട്രക്ഷന്റെ അർത്ഥം എന്താണ്? ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ടുഗെദർ എന്നാണ് കൺസ്ട്രക്ഷന്റെ അർത്ഥം വരുന്നത്. സ്ട്രക്ട് മീൻസ് ബിൽഡ് ചെയ്യുക, ഇയോൺ ടുഗെദർ എന്നുള്ള. അന്നേരം കൺസ്ട്രക്ഷൻ എന്നാണ് വരുന്നത്. അന്നേരം ഇത് ഓരോന്നിനും ഓരോ മീനിങ്ങുകൾ ഉണ്ട്. നെക്സ്റ്റ്, മോർഫ് എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് ഓഫ് മീനിങ് ദറ്റ് കനോട്ട് ബി ഡിവൈഡഡ് വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് സെൻസ്, ഫോമിങ് എ ഫൗണ്ടേഷൻ ഓഫ് വേർഡ് സ്ട്രക്ചർ. സോ ഇതെന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു യൂണിറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് എന്താണ്? മോർഫ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് മീനിങ് ദാറ്റ് കനോട്ട് ബി ഡിവൈഡഡ് വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് സെൻസ്. അതിൻ്റെ സെൻസ്, അതിൻ്റെ ഒരു അർത്ഥം ലൂസ് ആക്കാത്ത തരത്തിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് മോർഫ്. ഓക്കെ, അന്നേരം ഇതിൻ്റെ അകത്ത് ഇത് മൂന്നെണ്ണം നമ്മൾ പഠിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് ആണ് മോർഫീംസ്. മോർഫീംസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ ഫ്രീ മോർഫീം, ബൗണ്ട് മോർഫീം ഉണ്ട്. ഫ്രീ മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റൊരു വേർഡിന്റെയും സഹായം കൂടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് വേർഡ്സ് ആണ് ഫ്രീ മോർഫീം. എക്സാമ്പിൾ ബുക്ക്, റൺ, പ്ലേ, എക്സെട്ര. ബട്ട് ബൗണ്ട് മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർഡായിട്ട് അല്ലെങ്കിൽ അതൊരു അർത്ഥമായി ഫോം ചെയ്യുന്ന മറ്റൊരു വേർഡിനോട് ഡെവലപ്പ് ചെയ്താണെങ്കിൽ that is called a bound morpheme, must be attached to other morphemes to convey meaning. For example, happy എന്ന് പറയുന്നത് ഒരു മോർഫീമാണ്, ഹാപ്പി. പക്ഷേ ഹാപ്പിയുടെ ഫ്രണ്ടിൽ അൺ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ്, ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാമെങ്കിൽ അതിന് പ്രിഫിക്സ് എന്നും, വേർഡിന്റെ എൻഡിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത് പുതിയൊരു വേർഡ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമ്മൾ സഫിക്സ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അന്നേരം
അതിന് ഈ ഏത് വേർഡിലാണോ നമ്മൾ ഇതന്നെ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹാപ്പി എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ റൂട്ട് വേർഡ് എന്നാണ് പറയുന്നത്. ഹാപ്പി എന്ന് പറയുന്ന റൂട്ട് വേർഡാണ്. ലെക്സിക്കൽ കോർ വേർഡ്, റൂട്ട് വേർഡ് എന്നൊക്കെ നമ്മൾ സ്റ്റെം വേർഡ് എന്നൊക്കെ ഒരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ പറയും. ഇങ്ങനെയുള്ള ഈ റൂട്ട് വേർഡിലേക്ക് അണ്ണെന്ന് പറയുന്ന പ്രിഫിക്സിനെ ഒരു വാക്കിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നതിനാണ് ഞാൻ എന്തെന്ന് പറഞ്ഞ് പ്രിഫിക്സ് എന്ന് പറഞ്ഞത്. സോ അണ്ണ് പറയുന്ന പ്രിഫിക്സിനെ ഞാൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അൺഹാപ്പി ആയി മാറും. സോ ഒരു പുതിയ വാക്കാണ് ഉണ്ടായത് അല്ലെ. ഹാപ്പി സന്തോഷം, അൺഹാപ്പി അസന്തോഷം. സോ പുതിയൊരു വാക്കാണ്. സോ അറ്റാച്ച് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് ഇസ് കാൾഡ് പ്രിഫിക്സ്. അന്നേരം ഹാപ്പി ഇൻ അൺഹാപ്പി, അണ്ണിൻ അൺഹാപ്പി. ദെൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണും വ്യൂ. ഓക്കെ, പ്രിവ്യൂ എന്ന് വെച്ചാൽ മുൻകാഴ്ച, അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ ചെയ്യാന്ന് പറയത്തില്ലേ. സോ അതിന് മുൻപുള്ളത്. ഓക്കെ, മുൻപുള്ള ആ ഒരു വ്യൂ എന്നുള്ള രീതിയിൽ ഒരു പുതിയ വേർഡ് എനിക്ക് കിട്ടുകയാണ്. ഓക്കെ, അതുപോലെ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു വേർഡ് കിട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഫിക്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ ഒരു കോർ വേർഡാണ്, അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡാണ്. ആ റൂട്ട് വേർഡിലേക്ക് ING പ്ലേയിങ് നാട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കിട്ടുകയാണ്. റൺ, റണ്ണിങ്, പ്ലേ, പ്ലേഡ്. സോ അതിൻ്റെയൊക്കെ പല ഫോംസ് നമുക്ക് കിട്ടുകയാണ്. അതാണ് ഈ ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. അന്നേരം ഏതെങ്കിലും പ്രിഫിക്സസോ സഫിക്സസോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ വേർഡ്സുകളെ നമുക്ക് ബൗണ്ട് മോർഫീംസ് എന്ന് പറയാം. ഇനി ഇൻഫ്ലക്ഷണൽ മോർഫീം. ഇൻഫ്ലക്ഷണലും ഡെറിവേഷണലും ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു വേർഡിന്റെ പ്ലൂറൽ ഫോം വരുന്നതിനെ നമുക്ക് ഇൻഫ്ലക്ഷണൽ മോർഫീം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്, കാറ്റ്സ്, ഗേൾ, ഗേൾസ്, ബോയ്, ബോയ്സ്. സോ ഇവിടേക്ക് വരുമ്പോൾ എന്താണ്, അതിന് ഇൻഫ്ലക്ഷൻ ഉണ്ടാകുക എന്ന് വെച്ചാൽ അത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഗ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നുള്ളൂ, പക്ഷെ എൻ്റെ അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല. എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് സെമാറ്റിക്കലി അല്ലെങ്കിൽ ഡെറിവേഷനിൽ ഒന്നും ചേഞ്ച് സംഭവിക്കുന്നില്ല. ആൺ ആൺകുട്ടി ആൺകുട്ടികൾ, പെൺകുട്ടി പെൺകുട്ടികൾ, ഓക്കെ, പൂച്ച പൂച്ചകൾ, ഇങ്ങനെയേ ആകുന്നുള്ളൂ. അതിന് ഇരട്ടിക്കേ ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇൻഫ്ലക്ഷൻ. അതേസമയം ഡെറിവേഷണൽ മോർഫിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്തേക്ക് ഒരു പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ്ങേ ചേഞ്ച് ചെയ്യുന്നു. അതിന്റെ മീനിങ്ങേ ചേഞ്ച് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി സന്തോഷം, അതിന്റെ ഫ്രണ്ടിലേക്ക് അണ്ണെന്ന് പറയുന്ന പ്രിഫിക്സ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, അൺഹാപ്പി ആയിട്ട് മാറുകയാണ്. അൺഹാപ്പി ആയിട്ട് മാറുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡിന്റെ മീനിങ്ങേ ചേഞ്ച് ചെയ്തു. സന്തോഷം അസന്തോഷം എന്ന് വെച്ചാൽ ഡെറിവേഷൻ. ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലോട്ട് എഴുതിയിട്ട് ചേഞ്ചിങ് മീനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ മീനിങ്ങിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ച്, ടീച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഒരു വെർബാണ് ടീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിന്റെ എൻഡിലേക്ക് സഫിക്സ് ആയിട്ടുള്ള ER ഞാൻ ആഡ് ചെയ്യാണ്. കാരണം ER ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി, ടീച്ചറായിട്ട് മാറി. ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ്, പഠിപ്പിക്കുക. ഓക്കെ, ടീച്ചർ എന്ന് വെച്ചാൽ അധ്യാപിക. എൻറ്റയർലി ഡിഫറെന്റ് വേർഡാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത പോലെ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്, ഓർഗൻ. ഓർഗൻ എന്ന് വെച്ചാൽ അവയവം ഇല്ലേ, അതിന്റെ രണ്ടിലേക്ക് സഫിക്സ് ആയിട്ടുള്ള IZ ഞാൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓർഗനൈസ് എന്നുള്ള പുതിയൊരു വേർഡ് കിട്ടുകയാണ്. ഓക്കെ, ഓർഗൻ എന്ന് വെച്ചാൽ ഒരു നൗൺ ആണ്, പക്ഷെ ഓർഗനൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർബാണ്. അത് എൻറ്റയർലി ന്യൂ വേർഡാണ്. സോ ഒരു വേർഡിന്റെ ഒരു വേർഡിലേക്ക് ഒരു പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വേർഡ്, ഒരു പുതിയ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മീനിങ് ഉള്ള ഒരു വേർഡാണ് ഉണ്ടാകുന്നെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്, ഡെറിവേഷണൽ മോർഫീംസ് അല്ലെങ്കിൽ ഡെറിവേഷണൽ വേർഡ്സ് എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് നമുക്കത് നോക്കാം. ഇൻഫ്ലക്ഷണൽ മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാറ്റ്, കാറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫൈ വേർഡ്സ് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ബേസ് മീനിങ്. കണ്ട, അതിന്റെ ബേസിക് മീനിങ്ങിനെ ചേഞ്ച് ചെയ്യാതെ അതിന്റെ ഗ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പൂച്ച പൂച്ചകൾ, അതിന്റെ പ്ലൂറൽ ഫോമിലേക്കാണ് വരുന്നത്, ഗ്രാമാറ്റിക്കൽ ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, എസ് ഫോർ കാറ്റ്സ്, ED ഫോർ പ്ലേഡ്. സോ പ്ലേ, പ്ലേ, പ്ലേസ്, പ്ലേയിങ്, പ്ലേഡ്, ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലക്ഷണൽ മോർഫിംസുകളാണ്. ഡെറിവേഷണൽ മോർഫിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡെറിവേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം ചേഞ്ചിങ് മീനിങ്. ചേഞ്ചിങ് മീനിങ് ഒരു ഗ്രാമാറ്റിക്കൽ കാറ്റഗറി ഓഫ് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറിയിലേ ചേഞ്ച് ചെയ്യുന്നു.
ഇത് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ നിന്നുള്ള പാസ്റ്റിലേക്കാവുന്നു, പ്രസന്റിൽ നിന്നുള്ള ഫ്യൂച്ചറിലേക്കാവുന്നു. ഇതാണ് ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇത് ഗ്രമാറ്റിക്കൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നൗണിൽ നിന്ന് വെർബിലേക്കാവുന്നു, അഡ്ജക്റ്റീവിൽ നിന്ന് ആഡ്വെർബിലേക്കാവുന്നു. ഇതൊക്കെയാണ് ഗ്രമാറ്റിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഡെറിവേഷണൽ മോർഫീമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രിഫിക്സസോ സഫിക്സസോ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് മീനിങ് ചേഞ്ച് ആകുന്നു. ടീച്ച് ബിക്കം ടീച്ചർ, ഓക്കെ, ഓർഗൻ ബിക്കം ഓർഗനൈസ്, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇനി അടുത്തത് കണ്ടന്റ് വേഴ്സ് ഫംഗ്ഷൻ മോർഫീം എന്താണെന്ന് നോക്കാം. കണ്ടന്റ് മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സെമാറ്റിക് മീനിങ് ഉണ്ടാവും, ഒരു കോർ മീനിങ് ക്യാരി ചെയ്യും. ഓക്കെ, അതാണ് കണ്ടന്റ് വേർഡ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രമാറ്റിക്കൽ റോൾസിനെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫംഗ്ഷൻ മോർഫീംസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ മോർഫീംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വേർഡിന്റെ എൻഡിൽ ഇ ഡി ആഡ് ചെയ്യുന്നു, ഐ എൻ ജി ആഡ് ചെയ്യുന്നു, പ്ലേ, പ്ലേഡ്, പ്ലേ, പ്ലേയിങ്, ഓക്കെ, പ്ലേ, പ്ലേസ്. സോ ഇത് പ്രസന്റ് ടെൻസിലാണോ, പാസ്റ്റ് ടെൻസിലാണോ, കണ്ടിന്യൂസ് ടെൻസിലാണോ, ഫ്യൂച്ചർ ടെൻസിലാണോ, ഇതൊക്കെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് വേർഡ്സുകളാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സുകളാണ് ഫംഗ്ഷൻ മോർഫീംസ് എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ അകത്ത് പ്ലേ എന്നുള്ള വാക്കിൻ്റെ അകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന വേർഡുകളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് കണ്ടന്റ് മോർഫ്. അന്നേരം പ്ലേയിങ് എന്നുള്ളതിൻ്റെ അകത്ത് കണ്ടന്റ് മോർഫ് എന്ന് പറയുന്ന പ്ലേയും അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ മോർഫ് എന്ന് പറയുന്നത് ഇഡും ആണ്, പ്ലേഡ് എന്നുള്ളതിൻ്റെ അകത്ത്. ഇനി നെക്സ്റ്റ് ഇസ് ലെക്സിക്കൽ വേഴ്സ് ഗ്രമാറ്റിക്കൽ മോർഫിം. ലെക്സിക്കൽ മോർഫിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സിനാണ് ലെക്സിക്കൽ മോർഫീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ഇതെല്ലാം എന്ന് പറയുന്നത് ലെക്സിക്കൽ മോർഫീംസുകളാണ്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ലെക്സിക്കൽ മോർഫീമിനെ നമുക്ക് മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ കണ്ടന്റ് മോർഫീം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഫ്രീ മോർഫീം എന്ന് പറയാം. ഇതെല്ലാം തന്നെ ഒന്നാണ്. ഈ ഗ്രമാറ്റിക്കൽ മോർഫീംസ് ഒരു വേർഡിനോട് അസോസിയേറ്റ് ചെയ്ത് മാത്രം നിൽക്കുന്ന വേർഡുകളെയാണ് നമ്മൾ ഗ്രമാറ്റിക്കൽ മോർഫീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്, ഇതെല്ലാം തന്നെ എന്താണ്? ഗ്രമാറ്റിക്കൽ മോർഫീംസുകളാണ്. ഓക്കെ, അന്നേരം ഫങ്ഷൻ വേർഡ്സുകൾ എന്നും അറിയപ്പെടും. അന്നേരം ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ഇതിന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. അത് ബാക്കിയുള്ള മോർഫീംസുകളുമായിട്ട്, ബാക്കിയുള്ള വേർഡ്സുകളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് മീനിങ് ഡിറൈവ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ദേ ആർ കാൾഡ് ഗ്രമാറ്റിക്കൽ മോർഫീംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മോർഫീംസിൽ പഠിക്കുന്നത്. ഇത് നമുക്ക് 5 മാർക്സിന് ചോദിക്കാം. അന്നേരം മോർഫീംസ് ആർ ഡിവൈഡ് ഇൻടു ഫ്രീ മോർഫീം, ബൗണ്ട് മോർഫീം, then inflectional morpheme, derivational morpheme, content and function morpheme, lexical and grammatical morpheme. ഇനി നമുക്ക് അലമോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Alomorphs എന്താണ്? Variation of single morpheme adapting based on phonological or morphological context. മോർഫോളജിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ മീനിങ് വൈസ് ആയിട്ടും സൗണ്ട് വൈസ് ആയിട്ടും ഒരു മോർഫീമിനുണ്ടാകുന്ന പലതരത്തിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ അലോമോർഫുകൾ എന്ന് പറയുന്നത്. അന്നേരം എന്താണ്? മീനിങ് വൈസ് ആയിട്ടും സൗണ്ട് വൈസ് ആയിട്ടും ഒരു മോർഫീമിനുണ്ടാകുന്ന പലതരത്തിലുള്ള ചേഞ്ചസിനെയാണ് അലോമോർഫം എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു മോർഫീം എന്താണ്? സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഇൻ എ വേർഡ്. ഒരു വേർഡിലെ ഏറ്റവും ചെറിയ മീനിങ്ഫുൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോർഫീം എന്ന് പറയും. ഓക്കെ, അന്നേരം ഫോർ എക്സാമ്പിൾ പ്ലൂറൽ മോർഫീംസ്. ഇംഗ്ലീഷിൽ 3 തരത്തിലുള്ള പ്ലൂറൽ മോർഫീമുകളാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്, ആൻഡ് ഇസസ്. ഓക്കെ, എസ്, ഇസ് ആൻഡ് ഇസസ്. ഫോർ എക്സാമ്പിൾ ക്യാറ്റിന്റെ പ്ലൂറൽ എന്താ? കാറ്റ്സ്, കാറ്റ്സ്. ഓക്കെ, അത് വോയിസ്ലെസ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, കാറ്റ്സ്. പക്ഷേ ഡോഗിന്റെ പ്ലൂറൽ എന്താ? ഡോഗ്സ്, ഡോഗ്സ്. ഇച്ചിരി വോയിസ്ഡ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഡോഗ്സ്. ഓക്കെ, അവിടെ വരുമ്പോൾ ഇവിടെ എസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അത് ഫോണറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ ഇസ് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതുന്നത്. ഇനി അടുത്തത് ബെസ്, ബെസ്. ബെസ്സിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ബെസസ്, ബെസസ്. ഓക്കെ, ഇസസ് എന്നുള്ള. അതുപോലെ തന്നെ ഗ്ലാസ്, ഗ്ലാസസ്. ഓക്കെ, ട്രൗസർ, ട്രൗസേഴ്സ്. ഓക്കെ, അന്നേരത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള 3 തരത്തിലുള്ള അലോമോർഫുകളും നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കണം. അന്നേരം ഒരു ഒരു കാര്യത്തിനെ സിംഗുലറിൽ നിന്ന് പ്ലൂറലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഫൊണോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസിനെ നമുക്ക് എന്തെന്ന് പറയാം? അലോമോർഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ക്യാറ്റ് ബിക്കം കാറ്റ്സ്. ഏതാണ്? ഈ പറയുന്ന സൗണ്ട് സിസ്റ്റവും എഴുതണം. യെസ്, വോയിസ്ലെസ് കോൺസണന്റ് ആണ്. ഡോഗ് ബിക്കം ഡോഗ്സ്. ഏതാണ്? വോയിസ്ഡ് കൺസണന്റ് ആണ്. ഇസഡ് എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ വവൽ സൗണ്ടിലേക്ക് വരും. ബസ് ബിക്കം ബസസ്,
ഇസസ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് കൂടെ എഴുതണം. ഇനി ഇത് തന്നെയാണ് ഏകദേശം നമ്മുടെ മോർഫോഫോണീമിക് എന്നും പറയുന്നത്. മോർഫോഫോണീമിക് റൂൾസ് ഗൈഡ് ദിസ് ട്രാൻസ്ഫോർമേഷൻ എൻഷുറിംഗ് ക്ലിയർ കൺസിസ്റ്റന്റ് പ്രൊനൗൺസിയേഷൻ. നമ്മുടെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പഠിക്കും മോർഫോഫോണീമിക്സ് എന്താണ്, മോർഫോഫോണീമിക്സ് റൂൾസ് അനുസരിച്ച് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷനെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ക്ലിയർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ സഹായിക്കുന്നതും മോർഫോഫോണീമിക്സ് ആണ്. അന്നേരം ഈ ആലോമോസുകളും പിന്നീട് നമ്മൾ മോർഫോഫോണീമിക്സുകളും തമ്മിൽ പഠിക്കും. ഇതൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇനി അഫിക്സ് അനാലിസിസ് എന്താന്ന് നോക്കാം. അഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 തരത്തിലുണ്ട്. 3 പലതരത്തിലുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ 3 തരത്തിലാണ് പഠിക്കുന്നത്. നിങ്ങളിപ്പം 4 ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും 3 പക്ഷേ നിങ്ങൾക്ക് 4 തരത്തിലാണ് പഠിക്കാനുള്ളത്. പ്രിഫിക്സ്, സഫിക്സ്, ഇൻഫിക്സ്, സർക്കംഫിക്സ്. ഓക്കെ, പ്രിഫിക്സ്, സഫിക്സ്, ഇൻഫിക്സ്, സർക്കംഫിക്സ്. സോ ഈ ടൈപ്പിലാണ് പലതരത്തിലുള്ള അഫിക്സസ് ഉണ്ട്. അന്നേരം ദിസ് ടൈപ്പ് ഓഫ് അഫിക്സസ് മോഡിഫൈ വേർഡ് മീനിങ് ഓർ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ. അന്നേരം ഈ തരത്തിലുള്ള വേർഡ്സുകൾ അത് മീനിങ്സിനെ മോഡിഫൈ ചെയ്യും, ഗ്രമാറ്റിക്കലി അതിനെ മോഡിഫൈ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡിന്റെ എൻഡിൽ ആഡ് ചെയ്യും. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി അഫിക്സ് ടൈപ്പുകൾ നോക്കാം. ഡെറിവേഷണൽ അഫിക്സ് ഉണ്ട്, ഇൻഫ്ലക്ഷണൽ അഫിക്സ് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡെറിവേഷൻ എന്ന് പറയുമ്പോഴേ നമ്മളുടെ മനസ്സിലേക്ക് എന്ത് വേണം, ചേഞ്ച് ഇൻ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഒരു വേർഡ് ഒരു പ്രിഫിക്സിലോ സഫിക്സിലോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ വേർഡിന് മീനിങ്ങിൽ ചേഞ്ച് സംഭവിക്കും. അതാണ് ഡെറിവേഷണൽ അഫിക്സ് എന്ന് പറയുന്നത്. സോ ചേഞ്ചിങ് ഇൻ ദ പാർട്ട് ഓഫ് ദ മീനിങ് ഓർ ചേഞ്ച് ഇൻ മീനിങ് ഓർ പാർട്ട് ഓഫ് സ്പീച്ച്. ഫോർ എക്സാമ്പിൾ, ഡു എന്നുള്ളതിൻ്റെ അകത്ത് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ അൺഡു, ഓപ്പോസിറ്റ് മീനിങ് ആണ് കിട്ടുന്നത്. ഹാപ്പി ആഡ് ചെയ്യുമ്പോൾ അൺഹാപ്പി. ഓക്കെ, ഹെൽപ്പ് അതിൻ്റെ അകത്തേക്ക് എന്താ ഒരു പ്രിഫിക്സ് സഫിക്സ് ആഡ് ചെയ്യാൻ ലെസ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ ഹെൽപ്ലെസ്, സഹായം ഇല്ലാത്ത ഒരവസ്ഥ, ഹെൽപ്ലെസ്. ഓക്കെ, സോ ഇങ്ങനെ വരുന്നതാണ് ഡെറിവേഷണൽ അഫിക്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലക്ഷണൽ അഫിക്സ് എന്താണ്, ഗ്രാമാറ്റിക്കൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു അത്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ, ഇതൊക്കെ അറിയാൻ സഹായിക്കുന്നതാണ് ഇൻഫ്ലക്ഷണൽ അഫിക്സ്. ഫോർ എക്സാമ്പിൾ, ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, പ്ലേ പ്ലേഡ്, ഓക്കെ, പ്ലേ പ്ലേയിങ്. സോ ഇത് ഏത് ടെൻസിൽ വരാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് ഇൻഫ്ലക്ഷണൽ അഫിക്സ്. Next is a morphophonemics. It studies how the sounds of morphemes, the smallest meaningful unit of language, change when they are used in different contexts or combined with other morphemes. It looks at how pronunciation shifts based on phonological rules. So, morphophonemics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ അലോമോസിനെ പോലെ തന്നെയാണ്. മോർഫീംസ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഞാൻ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഈ സൗണ്ട്സുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് സൗണ്ട്സിന് എങ്ങനെ ചേഞ്ച് വരുന്നു, ഈ പറയുന്ന ഓരോ മോർഫീമിനോടൊപ്പം കമ്പൈൻ ചെയ്യുമ്പോൾ സൗണ്ട്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഫൊണോളജിക്കൽ റൂൾസ്, മോർഫോളജിക്കൽ റൂൾസ്, പ്രൊനൗൺസിയേഷൻ ഷിഫ്റ്റ്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു പഠനം എന്ന നിലയിലാണ് മോർഫോഫോണീമിക്സ് കാണുന്നത്. അന്നേരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അലോമോസിൽ പറഞ്ഞ പോലെ തന്നെ ഫൊണോളജിക്കലി മോർഫോളജിക്കലി വരുന്ന ചേഞ്ചസിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മോർഫോഫോണീമിക്സ്. ഓക്കെ, അന്നേരം ദേ ടേക്ക് പ്ലൂറൽ മോർഫീം എസ് ഇൻ ഇംഗ്ലീഷ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, ഞാൻ ഈ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ക്യാറ്റ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന വോയിസ്ഡ് സൗണ്ട്, ഓക്കെ, അതെന്ന് പറയുന്നത് മോർഫോഫോണീമിക്സിൻ്റെ അകത്ത് വരുന്നതാണ്. സോ കാറ്റ്സ്, ഡോഗ്സ്, ബസ്സസ്, ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ മോർഫോഫോണീമിക്സിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത്തരം ഫൊണോളജിക്കൽ റൂൾസ് എന്ന് വെച്ചാൽ ഒരു വാക്ക് മറ്റൊരു വാക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൊണോളജിക്കൽ ഷിഫ്റ്റ്, പ്രൊനൗൺസിയേഷൻ ഷിഫ്റ്റിനെ അത് ഫൊണോളജിക്കൽ റൂൾസിൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മോർഫോഫോണീമിക്സ്. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. വളരെ ചെറിയ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.